ഓണവിപണിയൊക്കെ ലക്ഷ്യമിട്ട് വളർത്തിയ പൂക്കൾ തകൃതിയായി വിറ്റുപോയതിന്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട പന്തളം തെക്കേക്കര പഞ്ചായത്ത്. വരും വർഷങ്ങളിലും പൂക്കൃഷി ഇങ്ങനെ തുടരാനാണ് തീരുമാനം. പഞ്ചായത്തിന്റെ ജനകീയ പദ്ധതികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് LDF ഭരണസമിതിയുടെ പ്രതീക്ഷ. ഗ്രാമം നിറയെ പൂക്കൾ പദ്ധതി ആരംഭിക്കുമ്പോൾ ഇത്ര വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യവും കർഷകരുടെ പൂർണ്ണ പിന്തുണയും പദ്ധതി കളറാക്കി. അതോടെ ഓണവും കളറായി. കഴിഞ്ഞ വർഷമാണ് ആദ്യമായി 8 ഹെക്ടർ ഭൂമിയിൽ പൂക്കൃഷി ആരംഭിച്ചത്. പരിപാടി വൻ വിജയമായതോടെ ഇത്തവണ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിച്ചു. ഓണം വിപണി ലക്ഷ്യമിടുന്നതിനു പുറമെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ പൂക്കൾ ശേഖരിച്ച് മാലയാക്കി കടകളിലും എത്തിക്കുന്നു. ക്ഷേത്രങ്ങളിലെ ഉത്സവകാലം ലക്ഷ്യമിട്ട് പൂക്കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. അതിന്റെ ഒരു വിപണന സാധ്യത എന്ന് പറയുന്നത് അത് പൂവായിട്ട് കൊടുക്കാതെ മാല കെട്ടിക്കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ അത്തം തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ആവശ്യക്കാർ ഒരുപാട് വന്നു. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒരു മെമ്പർ അതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വരികയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാലയെല്ലാം നിർമ്മിച്ച് പന്തളം, അടൂര്, പത്തനംതിട്ട തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഈ ഞങ്ങളുടെ ഇവിടുത്തെ പൂ കൊണ്ടുള്ള മാലകളെല്ലാം കൊടുക്കുന്ന ഒരു രീതി വന്നു. കൃഷിഭവൻ മുഖേനയാണ് വിത്തുകൾ ശേഖരിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ നടക്കുന്നത്. വിത്തിടുന്നത് മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ഏകോപിപ്പിക്കും. കർഷകരും പൂർണ്ണ സംതൃപ്തിയിലാണ്. കൃഷി നല്ലതായിട്ട് വന്നു. അതുപോലെ പ്രയത്നിച്ച് നല്ലപോലെ വളമൊക്കെ ചെയ്ത് നല്ല ഇതായിട്ട് പാരമ്പര്യമായിട്ട് കർഷകനായതുകൊണ്ട് അതിനെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ കൈകാര്യം ചെയ്തു. ഇത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതാണ്, പൂവിൻ്റെ കൃഷി. മറ്റ് പച്ചക്കറിയും മറ്റ് എല്ലാ കൃഷികളും ഉണ്ട്, വേറെ പാടത്തെ കൃഷിയുണ്ട്. ഇതിങ്ങനെ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ട്. കൃഷിഭവൻകാരാണ് അതിന് പ്രചോദനം തന്നിട്ട് തൈയൊക്കെ തന്നത്. പഞ്ചായത്തുമൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഇപ്പം ഇത് ചെയ്തത്. വീടുകളിലും സ്ഥാപനങ്ങളിലും പൂക്കൾ നേരിട്ടെത്തിക്കുന്നുണ്ട്. പൂക്കൃഷിയിലൂടെയുള്ള ലാഭം മുഴുവൻ കർഷകർക്കാണ്. തരിശു നിലത്താണ് പൂക്കൃഷി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം കൃഷിയോഗ്യമാക്കി നൽകാനും പഞ്ചായത്ത് മുൻകൈയെടുക്കുന്നു. പൂക്കൃഷിക്ക് പുറമെ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും വെളിച്ചെണ്ണ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിൽ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുള്ളത്. ജനകീയ പദ്ധതികളെല്ലാം വരും തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.